ഇതിനെ സംബന്ധിച്ച് കളക്ടറുമായിട്ട് സംസാരിച്ചതാണ്. മൺസൂൺ പ്രീ മൺസൂൺ പ്രോസസ്സിംഗ് ക്ലീനിങ് ഫെസിലിറ്റേഷൻ ഇത് ഉണ്ടാവണമെന്ന് വളരെ ശക്തമായിട്ട് ആവശ്യപ്പെട്ടതാണ്. അതിന് വേണ്ടുന്നതെല്ലാം ചെയ്തിട്ടുണ്ടെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. പക്ഷേ ഇപ്പം വിവിധ പ്രദേശങ്ങളിലായിട്ട് ഈ പ്രശ്നം അതിരൂക്ഷമായി. നമുക്ക് ഇനിയും ശരിക്കുള്ള മൺസൂൺ ഇനിയും വന്നിട്ടില്ല. കർക്കിടക മാസം കുറച്ച് ദിവസങ്ങൾക്കപ്പുറമാണ് അല്ലേ, 25 ദിവസങ്ങൾക്കപ്പുറമാണ്. അപ്പോൾ അത് നമ്മളെങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ളതും കൂടി കണക്കാക്കി ഇപ്പോഴെങ്കിലും ആ ചർച്ചയ്ക്കുള്ള മീറ്റിംഗ് വിളിച്ചാൽ, ഞാനതിന് ശ്രമിച്ചു, നടന്നിട്ടില്ല. അദ്ദേഹത്തിനോട് ഒന്നുകൂടി ആവശ്യപ്പെടും. കളക്ടർ അങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചാൽ അതിൽ ഈ പ്രദേശങ്ങളുടെ എല്ലാം MLA-മാരും ഈ വെള്ളമൊഴുക്കുള്ള വാർഡുകളുടെ എല്ലാം മെമ്പർമാരും എല്ലാവരും കൂടെ വന്നിരുന്ന് സമഗ്രമായ ഒരു പദ്ധതിക്ക് ഒരു ആലോചന ഇപ്പോൾ നടത്തി അടുത്ത വർഷത്തെ മഴക്കാലത്തിന് മുമ്പെങ്കിലും ഇത് ചെയ്തെടുക്കാൻ അതിലേത് രീതിയിൽ സഹകരിക്കണോ സഹകരിക്കാൻ തയ്യാറാണ്. ഒരു MP എന്ന നിലയ്ക്ക് മാത്രമേ എനിക്ക് സഹകരിക്കാൻ പറ്റൂ. കേന്ദ്രത്തിലെ ഒരു വകുപ്പിൻ്റെയും നമുക്ക് ഇതിനകത്ത് കൊണ്ടുവന്ന് ചേർക്കുന്നതിന് ഈ കോഓപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയുന്ന സ്ട്രക്ചറിനകത്ത് നിന്നുകൊണ്ട് എങ്ങനെയാണ് സാധ്യമാകുക എന്ന് സത്യത്തിൽ എനിക്കറിയില്ല. അപ്പോൾ അതിനെ സംബന്ധിച്ച് അവർ പറയട്ടെ. ഇപ്പോൾ ഈ ഒരൊറ്റ സ്പില്ലിനെ സംബന്ധിച്ച്, ഈ ബണ്ടിനെ സംബന്ധിച്ച്, ഈ ബണ്ട് ചെളി വെച്ച് നിർമ്മിക്കുന്ന സമ്പ്രദായത്തോട് എനിക്ക് യോജിപ്പില്ല. അത് വലിയ തട്ടിപ്പാണ്, വലിയ അഴിമതിക്കും. അത് കേരളത്തിലെ മുഴുവൻ ബണ്ടുകളും അങ്ങനെ തന്നെയാണ്, അഴിമതി കൂമ്പാരങ്ങളാണ്. ഓരോ വർഷവും പണം ചെലവാക്കാനും അതിനകത്ത് നിന്ന് അടിച്ചു മാറ്റാനുമുള്ള സമ്പ്രദായമാണ്. അപ്പോൾ പെർമനൻ്റ് ആയിട്ടൊരു സ്ട്രക്ചർ വെക്കുന്നത് കൊണ്ട് ദോഷം കൂടുമോ, അതോ അതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമോ? അങ്ങനെയുള്ള ഇടങ്ങളിൽ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ നാട്ടുകാർ പറയുന്നത് ഇതില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് പൂർണ്ണമായിട്ടും തുടച്ചു നീക്കാം, തൊട്ട് മേലെയുള്ള ഒരു സ്പില്ലാണ്, സ്ലൂസ് ബ്രിഡ്ജ് പോലത്തെ ഒരു സ്പിൽവേക്കാണ് അവർ പറയുന്നത്. അതിന് 46 ലക്ഷം രൂപയ്ക്ക് ടെൻഡറായി എന്ന് പറയുന്നു. ആ ടെൻഡറായെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് പണി തുടങ്ങിയില്ല? കാശില്ലാത്തതാണ് പ്രശ്നമെങ്കിൽ MP ഫണ്ടിൽ നിന്ന് ആ 46 ലക്ഷവും അല്ലെങ്കിൽ 50 ലക്ഷവും കൊടുക്കാൻ തയ്യാറാണ്. ഈ മഴക്കാലം കഴിയുമ്പോൾ അവർ പണി തുടങ്ങുമോ എന്നുള്ളത് പറയട്ടെ. എന്നുള്ളത് പ്രതിഷേധത്തിൽ കാര്യമില്ല. നമ്മൾ ഇപ്പം ശ്രീ മുകുന്ദൻ ഇവിടെ വന്നു. അദ്ദേഹത്തെ നമ്മൾ പിണക്കി അയക്കുകയല്ല വേണ്ടത്. അദ്ദേഹത്തെ സ്വീകരിച്ചു കൊണ്ടുവന്ന് അദ്ദേഹത്തെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കാൻ സമ്മർദ്ദം ചെലുത്തണം. അതായിരിക്കണം അദ്ദേഹത്തിന് കൊടുക്കുന്ന പ്രഷർ. അല്ലാതെ ഇവിടെ നിന്ന് പായിച്ച് കളയുകയല്ല, ഉപദേശിക്കുന്നതല്ല. പക്ഷെ അങ്ങനെ വേണം, നമുക്ക് കാര്യം നടക്കണ്ടേ. പിടിച്ച് ഇരുത്തിപ്പോയില്ലേ? അത് അവരുടെ അവകാശം, അവരത് പറയും. ഇത് ചെയ്യുന്ന ഒരു പക്ഷത്ത് അവരുടെ അവകാശമുണ്ട്, അവരത് ചെയ്യും അല്ലേ. ഇത് പല വലിയ പ്രശ്നങ്ങളിൽ നിന്നും വഴിതിരിച്ചു വിടാൻ വേണ്ടി ആണ് ഈ പരാമർശങ്ങളുമായിട്ട് ഓരോരുത്തർ ഇങ്ങനെ ചാടി വീഴുന്നത്. അത്രയേ ഉള്ളൂ. വലിയ കാര്യങ്ങൾ ഇവിടെ കിടപ്പുണ്ട്. അതിലേക്കൊന്നും നമ്മൾ പാവം ജനങ്ങളുടെ ശ്രദ്ധ ചെല്ലരുത്. അത് വഴിതിരിച്ചിടാൻ വേണ്ടിയിട്ട് കൊടി പിടിച്ചു ഒരു സ്ത്രീ വന്നു, ഏതോ ഒരു സ്ത്രീ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ജനങ്ങളും കുറേ അതിൻ്റെ പുറകെ അങ്ങ് പോകും. അപ്പോഴും അവരുടെ ജീവിതത്തെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ മറവിലാക്കിക്കളയും, മറവിയിലേക്ക് ആഴ്ത്തിക്കളയും. ഏതാ താങ്ക് യു. അല്ല, മറ്റൊരു കാര്യം അതായത് ഇവിടെ ശശി തരൂര് പൊതുവെ ഇപ്പൊ കേന്ദ്ര അല്ലല്ല ഒരു മിനിറ്റ്, ഇവിടെ അങ്ങയുടെ സഹപ്രവർത്തനായ ഒരു MP ആണ് ശശി തരൂര്. ഒരു BJP-യിലേക്ക് പോകുന്നു അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും എന്നോട് ചോദിക്കരുത്. ഇതെല്ലാം ഓരോരുത്തരുടെ പേഴ്സണൽ ലിബർട്ടിയാണ് അല്ലേ. ഡിക്ക് എങ്ങനെയാണ് ഉണ്ടായത്? അതും പലരും വിമർശിച്ചു. പക്ഷേ ഡിക്ക് രൂപീകരിച്ചു, അവരവരുടെ വഴിക്ക് പോവുകയും ചെയ്തു. അവരുടെ കാര്യങ്ങൾ അവർ സാധിച്ചെടുത്തില്ല എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ഒരാൾ ഇവിടെ നിന്ന് വരുന്നത് നല്ലതല്ലേ ശരിക്കും? അല്ല, അത് അദ്ദേഹം തീരുമാനിക്കണ്ടേ. ഞാൻ അതിൻ്റെ ഒരു കറ്റാലിസ്റ്റ് ആവാൻ പാടില്ലല്ലോ. പക്ഷെ പൊതുവെ ആൾ ഒരു ദേശീയതയ്ക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു നിലപാടാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കാണുന്നത്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് എന്ന് പറയുന്നുണ്ട്. അതിനു മുമ്പ് അതല്ലായിരുന്നു എന്നും അതിനകത്ത് വ്യംഗ്യമുണ്ടല്ലേ.
അങ്ങനെയല്ല നമ്മൾ പൊതുവെ കാണുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് അല്ല, നല്ല കാര്യം. മാറ്റമല്ല, അത് അനിവാര്യമായ ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നു. അപ്പോൾ ജനങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കി ആ വ്യതിയാനം ഉണ്ടാവണമെന്ന നിശ്ചയത്തോടെ ഉള്ള മാറ്റമാണ് നമ്മൾ കാണുന്നത്. തരൂരിൽ കാണുന്നത് ഈ കോൺഗ്രസ് ലൈൻ വിടണമെന്നുള്ള സൂചന കൂടി അത് അദ്ദേഹത്തോട് ചോദിക്കണം. അദ്ദേഹത്തോട് കോൺഗ്രസിന് ഉള്ളിൽ നിന്ന് ആരെങ്കിലും അങ്ങനെ വിട്ടോളൂ എന്ന് പറയുന്ന സൂചന കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ അന്വേഷിക്കണം. ഈ ഭാരതാംബ വിഷയത്തില് പൊതുവെ അതിനൊരു വർഗീയ സ്വഭാവം നൽകാൻ ഇടതുപക്ഷ സർക്കാർ ശ്രമിക്കുന്നുണ്ട്. അല്ല, അവർ ശ്രമിച്ചോട്ടെ, ജനങ്ങൾക്കറിയാമല്ലോ. ഭാരതാംബയെ പൂജിക്കാൻ എന്ന് പറഞ്ഞാൽ ഭൂമി ദേവി അത്രമാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഭാരതത്തിൽ. നിങ്ങൾ ഇന്ത്യയുടെ ഏത് മാപ്പിനെയാണ് അംഗീകരിക്കുന്നത്? നിങ്ങൾ ഇന്ത്യയുടെ ഏത് മാപ്പിനെയാണ് നിങ്ങൾ അംഗീകരിക്കുന്നത്? 71 മുമ്പുള്ളതാണോ 47 മുമ്പുള്ളതാണോ? 77 71 ഏതാ? നിങ്ങൾക്ക് വല്ല നിശ്ചയമുണ്ടോ? നിങ്ങളുമൊക്കെ ഭാരതീയരല്ലേ? നിങ്ങളുമൊക്കെ ദേശസ്നേഹം തുളുമ്പുന്ന ആൾക്കാരല്ലേ? ആണോ? ആ അല്ല, എന്നോട് ഇങ്ങോട്ട് ചില സംശയങ്ങൾ ചോദിക്കുന്ന പോലെ ഞാനൊരു സംശയം ചോദിച്ചു, അത്രേ ഉള്ളൂ. നമ്മുടെ സംസ്ഥാനത്ത് മാത്രമാണ് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും പേഴ്സണൽ സ്റ്റാഫ് ഉള്ളത്. നമ്മുടെ സംസ്ഥാനത്ത് മാത്രമാണ്. ഇതിലാണെങ്കിൽ ഇപ്പോൾ ഇവർക്ക് എനിക്ക് അതിനോട് യോജിപ്പില്ല. അവർക്ക് പെൻഷൻ കൊടുക്കുന്നതിനോട് ഒട്ടും യോജിപ്പില്ലെന്ന് മാത്രമല്ല, ഭയങ്കര എതിർപ്പുമുണ്ട്. എന്തുകൊണ്ടാ അന്വേഷിക്കണം. ഓരോ പെൻഷനുകൾ പ്രഖ്യാപിച്ചതിനെ സംബന്ധിച്ച് വീമ്പിളക്കി നടക്കുക. ഞങ്ങളുടെ കാലത്ത്, അവരുടെ കാലത്ത് എന്നൊക്കെ പറഞ്ഞു. അത് കിട്ടുന്നുണ്ടോ? ഇല്ല. ഈ 2 വർഷത്തേക്ക് വന്ന് കയറുന്ന ആർക്കൊക്കെയോ ഒരുപാട് ആനുകൂല്യങ്ങൾ, വലിയ ശമ്പളങ്ങൾ, അത് തെറ്റാണ്. ശമ്പളം കൊടുത്തോട്ടെ, ജോലി ചെയ്യുന്നുണ്ടാവും, ശമ്പളം കൊടുത്തോട്ടെ. പക്ഷെ മറ്റ് ആനുകൂല്യങ്ങൾ ബാൻ ചെയ്യണം. 3 വർഷം വരെ പണി ചെയ്തവർക്ക് വരെ അടുത്ത ആജീവനാന്ത പെൻഷൻ കൊടുക്കുകയാണ്. ഇത് ശരിയല്ല. അന്തിച്ചർച്ചയ്ക്ക് വിളിക്കാൻ പറ. ഒരാഴ്ച തിമിർത്താട്. ഒരു കാര്യം, നമ്മുടെ ജില്ലയിലെ ദേശീയപാതയിൽ ഒരു സ്ഥലത്തേക്ക് 2-3 മണിക്കൂർ ക്യൂ നിൽക്കാതെ ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത ഒരു തരത്തിലുള്ള നടപടി ഉണ്ടാകുന്നു. ഇന്നോ ഇന്നലെ ഉണ്ടായ പ്രശ്നങ്ങളല്ല, മാസങ്ങളായി തുടർന്ന് ഒരു പരിഹാരം. ദേശീയപാതയിൽ പുതുതായി നിർമ്മാണം നടക്കുന്ന പ്രദേശത്ത് അതിൻ്റെതായ താമസം ഉണ്ടാവും. പണി തീർത്ത് BOT അടിസ്ഥാനത്തിൽ കൈമാറിയ റോഡുകളിലേക്ക് ഇപ്പോഴും ഇന്നലെയും അപേക്ഷ വരിക, ഇവിടെ നിന്ന് തുറന്ന് ഞങ്ങൾക്കൊരു അണ്ടർപാസ് വേണമെന്ന്. അപ്പോൾ പണി തീർന്ന് ഓപ്പറേഷണലായ റോഡിലേക്ക് ആ പണി, ഒരുപക്ഷെ പുതുതായിട്ടൊരു പണി പ്രഷർ ചെലുത്തി, പൊളിറ്റിക്കൽ പ്രഷറായിരിക്കാം, ചിലപ്പോൾ നമുക്ക് ഡെവലപ്പ് ചെയ്യുന്ന ഉപയോഗത്തിൽ മാത്രം കണ്ടെത്തിയ ചില ഡെഡ് സ്പോട്ട്, ഗ്രേ സ്പോട്ട്, ബ്ലാക്ക് സ്പോട്ട് എല്ലാം ഡെവലപ്പ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ജീവനുകൾ പൊലിയാതിരിക്കാൻ വേണ്ടി പുതിയ സംവിധാനങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞ് ആ റോഡ് വെട്ടിമുറിക്കുമ്പോൾ ഉണ്ടാകുന്ന തടസ്സങ്ങൾ മാത്രമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. പിന്നെ BOT നിയമം എന്താണ്? അതിനകത്ത് ടോൾ, ഇങ്ങനെയുള്ള തടസ്സം സൃഷ്ടിക്കുന്ന റോഡിൽ ടോൾ പിരിക്കാൻ പാടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കേരള സർക്കാരിൻ്റെ തീരുമാനം എന്താണെന്ന് നിങ്ങൾ ആരാഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം എന്നോട് അതിനെ സംബന്ധിച്ച ചോദ്യം ചോദിക്കുക. അങ്ങനെയാണോ എന്ന് കളക്ടറോടൊന്ന് ചോദിക്കൂ. കളക്ടർ എന്നോട് അങ്ങനല്ല പറഞ്ഞത്. കളക്ടറും നാഷണൽ ഹൈവേ അതോറിറ്റിയും എന്നോട് അങ്ങനല്ല പറഞ്ഞത്. പിൻവലിച്ചതിൻ്റെ പശ്ചാത്തലം എന്താണെന്നൊന്ന് അന്വേഷിക്കുക. കളക്ടറോട് ഇവിടുത്തെ ഭരണം പറയാതെ പിൻവലിക്കില്ലല്ലോ. ഏതാ? ഇല്ല. മുകളിൽ നിന്നൊരു മന്ത്രി ആവശ്യപ്പെട്ടിട്ടൊരു മീറ്റിംഗ് വിളിക്കുന്നില്ല സാർ.